ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യതലസ്ഥാനത്ത് വീണ്ടും വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. കോവിഡ് കാലത്തെ പ്രതിസന്ധി ഇനിയും നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ്. സമരം കടുപ്പിച്ച ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം. സർക്കാരിനെതിരെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ സമരത്തിലേക്ക്. യജമാനന്മാർക്കു വേണ്ടി ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. രാജ്യതലസ്ഥാനത്ത് വീണ്ടും വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. മുഖ്യമന്ത്രിക്കൊപ്പം പർവേഷ് വർമ്മ, ആശിഷ് സൂദ്, മഞ്ജീന്ദർ സിംഗ്, രവീന്ദ്ര ഇന്ദർ സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ദില്ലിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് രാജ്യതലസ്ഥാനം ഭരിക്കാനൊരുങ്ങുന്ന രേഖ ശർമ്മ. ദില്ലി രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ അടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ NDA മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു. വേദിയിൽ വിവിധ മത ആചാര്യന്മാർക്കും പൗരപ്രമുഖർക്കും പ്രത്യേക ഇടം ഒരുക്കിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെപ്പോലും മാറ്റി നിർത്തിയാണ് രേഖ ഗുപ്തയെ ദില്ലിയുടെ മുഖ്യമന്ത്രിയായി BJP തിരഞ്ഞെടുത്തത്. BJP മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് രേഖ ഗുപ്ത. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തിയ വനിതാ നേതാവിനെ BJP ദില്ലി ഭരിക്കാൻ ഏൽപ്പിച്ചത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണെന്നാണ് വിലയിരുത്തൽ. ABVPയുടെ തീപ്പൊരി നേതാവായിരുന്നു ഹരിയാനയിൽ ജനിച്ച രേഖ ഗുപ്ത. നേരത്തെ ദില്ലി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു. 2007 ആദ്യമായി ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൗൺസിലറായി. 2012 2022 ജയം ആവർത്തിച്ചു. BJPയിലും മഹിളാ മോർച്ചയിലും വിവിധ പദവികൾ വഹിച്ചു. 27 വർഷത്തിനുപുറം ദില്ലിയിൽ അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായി വനിതയെ തന്നെ തെരഞ്ഞെടുത്തതിലൂടെ ദില്ലിക്കപ്പുറമുള്ള രാഷ്ട്രീയം കൂടിയാണ് BJP ലക്ഷ്യമിടുന്നത്. ദില്ലിയിൽ ശക്തമായ വോട്ടടിത്തറയുള്ള ബനിയ വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് രേഖ ഗുപ്ത. ദില്ലിക്ക് പുറമെ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ബനിയ വിഭാഗം ശക്തമാണെന്നതിനാൽ BJPയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രേഖ ഗുപ്തയുടെ മുഖ്യമന്ത്രി പദമെന്നാണ് വിലയിരുത്തൽ. വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം ശക്തമാക്കി ആശാ വർക്കർമാർ. സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തിയാണ് മഹാസംഗമം നടത്തുന്നത്. മഹാസംഗമം ജോസഫ് C. മാത്യു ഉദ്ഘാടനം ചെയ്തു. സംഗമത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ MG റോഡ് ആശാ വർക്കർമാരാൽ നിറഞ്ഞു. സെക്രട്ടേറിയറ്റ് പരിസരത്തെ നിശ്ചലമാക്കിയുള്ള കടുത്ത പ്രതിഷേധമായി ആശാ വർക്കർമാരുടെ മഹാസംഗമം മാറി. 2 ദിവസം മുൻപ് ഇവരുടെ 2 മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ സമരം പിൻവലിക്കുവാൻ ഇവർ തയ്യാറായില്ല. കുടിശ്ശിക വേതനം നൽകുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും മറ്റാവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കുകയുള്ളൂ എന്നുമാണ് ആശാ വർക്കർമാരുടെ നിലപാട്. വേതനം നിലവിലുള്ള 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നാണ് സംഘടനയുടെ നിലപാട്. സമരം ഇന്ന് 12ാം ദിവസത്തിലേക്ക് കടന്നു. സർക്കാരിന്റെ മുൻഗണന മാറിയിരിക്കുകയാണെന്നും ഉന്നതരായിട്ടുള്ളവർക്ക് വേണ്ടി പണം മാറ്റിവെക്കുകയാണെന്നും ആശാ വർക്കർമാർ ആരോപിച്ചു. സർക്കാർ അവരുടെ ഇഷ്ടക്കാർക്ക് ശമ്പള വർധനവും ആനുകൂല്യവുമൊക്കെ വാരിക്കോരി നൽകുകയാണ്. സർക്കാർ നിലപാട് ആശാ വർക്കർമാരോടുള്ള വെല്ലുവിളിയാണെന്നും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയിട്ടേ തിരിച്ചു പോവുകയുള്ളൂവെന്നും സമരം തുടരുമെന്നും ആശാ വർക്കർമാർ അറിയിച്ചു. അതേസമയം ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. നടപടി സ്വീകരിക്കുവാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. അതേസമയം ആശാ വർക്കർമാരുടെ സമരം തുടരുന്നതിനിടെയും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയും കേരളത്തിന്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഉയർത്തുവാൻ സർക്കാർ നിർദ്ദേശം നൽകി. പ്രതിവർഷ തുക 5 ലക്ഷത്തിൽ നിന്നും 11.31 ലക്ഷമാക്കുവാൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 100 കോടി രൂപ 1 രൂപ തന്നിട്ടില്ല. കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത്
ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്. സർക്കാരിനെതിരെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ സമരത്തിലേക്ക്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 7 മാസമായിട്ടും ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടാത്തതിലാണ് പ്രതിഷേധം. വീട് ലഭിക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ടെന്ന് ജനകീയ സമിതി ചെയർമാൻ മനോജ് പറഞ്ഞു. ആദ്യഘട്ടമായി തിങ്കളാഴ്ച കളക്ടറേറ്റിനു മുന്നിൽ ഉപവാസ സമരം നടത്തും. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ജനകീയ സമിതിയും പഞ്ചായത്തും ചേർന്ന് സർക്കാരിന് സമർപ്പിച്ചതാണെന്ന് ചെയർമാൻ JMJ മനോജ് പറഞ്ഞു. ഇത് പരിശോധിച്ച് അംഗീകാരം നൽകിയാൽ മാത്രം മതിയാകും. വീട് ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട്. 2 എസ്റ്റേറ്റുകളും ഒന്നിച്ചേറ്റെടുത്ത് പുനരധിവാസം വേഗത്തിലാക്കണം. 2 ഘട്ടമായി ഏറ്റെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നെടുമ്പാല എസ്റ്റേറ്റിലേതുപോലെ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലും 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്നും മനോജ് ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ കൽപ്പറ്റ ടൗണിനോട് ചേർന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുത്ത ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തത്. വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് വീടുള്ളവരുടെ ഉൾപ്പെടെ പട്ടിക തയ്യാറായിട്ടില്ല. 813 പേരെയാണ് സർക്കാർ വാടക വീടുകളിലേക്ക് മാറ്റിയത്. ഇതിൽ പലരും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ വീട് നിർമ്മാണം പൂർത്തിയാക്കി. ചിലർ സർക്കാർ അനുവദിച്ച 15 ലക്ഷം രൂപ വാങ്ങി ടൗൺഷിപ്പിന് പുറത്ത് വീട് വയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട്. US-ന്റെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് നയലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമായി കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിക്കാനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാറുകൾ, ചിപ്പുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്ക് അടുത്ത മാസമോ അതിനു മുൻപോ പുതിയ നികുതികൾ നടപ്പിലാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യക്ക് തീരുവകളിൽ ഇളവ് നൽകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. US-ലെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ US-ലും വിൽക്കുമ്പോഴുള്ള പരസ്പര നികുതി ഒഴിവാക്കണമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷ ഇതോടെ മങ്ങി. മാർച്ച് 12 മുതൽ മുഴുവൻ സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കും 25% തീരുവ ചുമത്തുവാൻ തുടങ്ങുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാറുകൾ, ചിപ്പുകൾ, മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, തടി എന്നിവയ്ക്കും മറ്റു ചില ഉൽപ്പന്നങ്ങൾക്കും അടുത്ത മാസമോ അതിനു മുൻപോ താൻ തീരുവ പ്രഖ്യാപിക്കുവാൻ പോവുകയാണെന്ന് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ഫോറത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചു. ഇത് US-ൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാത്ത കമ്പനികൾ പുതിയ തീരുവ വഹിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. US-ൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു തീരുവയും നൽകേണ്ടതില്ല. ഇതുവഴി നമ്മുടെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് ഡോളർ വരുമാനമെത്തും. തീരുവ സംബന്ധിച്ച തന്റെ നടപടികൾ ഇതിനകം തന്നെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. US-ന്റെ പരസ്പര താരിഫുകളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കി ഇളവ് നൽകാമെന്ന വാഗ്ദാനം ഇതുവരെ നൽകിയിട്ടില്ലെന്നും ചൊവ്വാഴ്ച ഇലോൺ മസ്കുമായുള്ള സംയുക്ത ടെലിവിഷൻ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. പുതിയ തീരുവകൾ നടപ്പിലാക്കിയാൽ ട്രംപിന്റെ വ്യാപാര യുദ്ധം കൂടുതൽ വഷളാകും. ഇന്ത്യയിലെ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ വരുമാനത്തിന്റെ ഗണ്യമായ പങ്കും വരുന്നത് US-ൽ നിന്നാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് കയറ്റുമതി $873 കോടി ആയിരുന്നു. ഇത് ഈ മേഖലയിലെ വ്യാപാരത്തിന്റെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 31% വരുമെന്നും ഫാർമസ്യൂട്ടിക്കൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഒരു കാരണവശാലും എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിക്കാൻ സമ്മതിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇത്തവണ CPI ആസ്ഥാനത്ത് പോയി അവരെ പിണറായി അപമാനിച്ചു. സാധാരണ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറ്. തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അടിച്ചേൽപ്പിക്കുന്നുവെന്നും നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒയാസിസ് കമ്പനി വന്ന വഴി സുതാര്യമല്ലെന്നും അഴിമതിയിലൂടെയാണ് വന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഭൂഗർഭജലം മലിനമാക്കിയതിന് കുറ്റവാളിയായി നിൽക്കുന്ന കമ്പനിയാണ് ഒയാസിസ്. എലപ്പുള്ളി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. മലമ്പുഴ ഡാമിൽ ആവശ്യത്തിന് വെള്ളമില്ല. കൊക്കക്കോള കമ്പനിയേക്കാൾ വെള്ളം ബ്രൂവറിക്ക് ആവശ്യമായി വരും. മുഖ്യമന്ത്രിക്കാണല്ലോ ബ്രൂവറി കൊണ്ടുവരണം എന്ന നിർബന്ധമെന്നും അപ്പോൾ മുഖ്യമന്ത്രിയുമായി സംവാദമാകാമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളം വ്യവസായ സൗഹൃദമെന്ന് വ്യവസായ മന്ത്രി പറഞ്ഞത് ഊതിപ്പെരുപ്പിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. പെട്ടിക്കട, ബാർബർ ഷോപ്പ് ഉൾപ്പെടെ സംരംഭക പട്ടികയിലുണ്ട്. മാളുകളും ഓൺലൈൻ വ്യാപാരവും മൂലം കേരളത്തിൽ റീറ്റെയിൽ വ്യാപാരം തകർച്ചയിലാണ്. ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ കോവിഡ് കാലത്ത് സംഭവിച്ചത് ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നത്, നിങ്ങൾ മലമ്പുഴ അണക്കെട്ടിന്റെ ഇന്നലെ പത്രങ്ങളിൽ വന്ന ചിത്രമുണ്ട്. കന്നുകാലികൾ മേയാണ് മലമ്പുഴ അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയ. വെള്ളം പറ്റിയിട്ട് വെള്ളമില്ല. അവിടുത്തെ ഭൂഗർഭ ജലത്തിന്റെ അളവ് വളരെ താഴെയാണ്.
അവിടെ ഒരു തരത്തിലും വെള്ളമില്ല. ആവശ്യമായ വെള്ളം വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നിട്ടാണ് ഇത് കമ്പനി ഫുൾ സ്വിങ്ങിലാവുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാ പ്രോജക്റ്റുകളും പൂർത്തിയാവുമ്പോൾ ഏകദേശം ഒരു ദിവസം 80 ദശലക്ഷം ലിറ്റർ വെള്ളം, 80 MLD വെള്ളം വേണ്ടി വരും. അത് ശരിക്കും കൊക്കക്കോള കമ്പനിക്ക് ആവശ്യമായ വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഈ കമ്പനിക്ക് ആവശ്യമായി വരും. അത് അവിടുത്തെ കുടിവെള്ളത്തെ ഗൗരവതരമായി, കുടിവെള്ള പ്രശ്നത്തെ ഗൗരവതരമായി ബാധിക്കും. മാത്രമല്ല, മന്ത്രി പറഞ്ഞത് വാട്ടർ അതോറിറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ്. വാട്ടർ അതോറിറ്റി നിയമസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ധാരണ ഈ കമ്പനിയായിട്ട് ഏർപ്പെട്ടിട്ടില്ല എന്നാണ്. ഈ കമ്പനിയായിട്ട് ആ കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി IOCയിലേക്ക് അവർക്ക് കൊടുത്ത അപേക്ഷയുടെ കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു കത്ത് കൊടുത്തത്. ആ കത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കൊടുക്കാൻ പാടില്ല. കാരണം ഇവരാവശ്യപ്പെട്ടത് എത്രമാത്രം വെള്ളം ആവശ്യമുണ്ട് എന്ന് ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര വെള്ളത്തിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സർക്കാർ കൊടുത്ത ഏത് അപേക്ഷയിലാണ് അവർ റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത്? എത്രമാത്രം വെള്ളം വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളം നടത്തിയാൽ അവിടെ മാക്സിമം ഒരു വർഷം, ഒരു ദിവസമല്ല, ഒരു വർഷം 40 ലക്ഷം ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തെ ഇവരുടെ ആവശ്യത്തിന്റെ പകുതിക്ക് പോലും അത് ചെലവാവില്ല, മതിയാവില്ല. 40 ദശലക്ഷം ലിറ്റർ വെള്ളം ഒരു വർഷം മഴവെള്ളത്തിൽ ശേഖരിക്കാൻ പറ്റുന്നത്, ഒരു വർഷം ശേഖരിക്കാൻ പറ്റുന്നതാണ്. ഫുൾ സ്വിങ്ങിലായ 80 ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്കിവിടെ വേണം. ഇത് 40 ദശലക്ഷം ലിറ്റർ പെർ ഡേ അല്ല, പെർ ഇയർ ആണ്. പെർ ഡേ വേണം 40-80 ദശലക്ഷം ലിറ്റർ വെള്ളം. അപ്പൊ ഈ പറയുന്ന കണക്കുകളൊന്നും ശരിയല്ല. ഇവർ തെറ്റായ വഴികളിലൂടെയാണ് ഇവർ വന്നിരിക്കുന്നത്. ആ തെറ്റായ വഴികളിലൂടെ എത്തിയത് കൊണ്ടാണ് ഈ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പോകുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു. വ്യവസായ മന്ത്രി പറഞ്ഞത് ഈ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ്. ഞാൻ അന്ന് പറഞ്ഞു MSMEകൾ ഭയങ്കരമായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. 3,55,000 സംരംഭങ്ങളാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിൽ. എന്താ കാര്യം? 2021 ഈ അമെൻമെന്റ് വരുത്തി, MSMEയുടെ നിർവചനത്തിൽ ഭേദഗതി വരുത്തി. എന്നിട്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇതുകൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. അതെല്ലാ സംസ്ഥാനത്തും മാറ്റം ഉണ്ടായി. ആന്ധ്രാപ്രദേശിൽ 2020-21 ഉണ്ടായത് 65,174 സംരംഭങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് 2021-22 ആയപ്പോൾ 1,47,000 ആയി അവിടെ വർദ്ധിച്ചു. 1,47,000 അവിടെ വർദ്ധിച്ചു. ഇപ്പൊ അവിടെ എത്രയാണെന്നറിയാം? 6,78,000 ഉണ്ട്, അവിടെയുണ്ട്. കർണാടക നോക്കിയേ, അന്ന് 1,52,000 1,52,000 ഉണ്ടായിരുന്നത് ഈ നിർവചനം മാറ്റിക്കഴിഞ്ഞപ്പോൾ 3,14,000 ആയി. ഇപ്പൊ കർണാടകയിലെ സംരംഭങ്ങൾ 6,76,000 ആണ്. ഈ സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ലോൺ എടുത്ത് കടം മേടിച്ച് തുടങ്ങുന്ന പെട്ടിക്കട, മനസ്സിലായില്ലേ, പലചരക്ക് കട, പച്ചക്കറി കട, ബ്യൂട്ടി പാർലർ, ബാർബർ ഷോപ്പ്, ബേക്കറി തുടങ്ങി വർക്ക്ഷോപ്പ് തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും വരും. ഇതിനകത്ത് ഗവൺമെന്റിന്റെ ക്രെഡിറ്റിലേക്ക് ഇത് എങ്ങനെയാണ് പോകുന്നത്? ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതല്ലേ. റെസ്റ്റോറന്റുകൾ തുടങ്ങുന്നു. ഇത് ഗവൺമെന്റ് പഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന എത്ര സംരംഭങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ടെന്നാണ്. ഇപ്പൊ 10 റെസ്റ്റോറന്റ് തുടങ്ങി 8 എണ്ണം പൂട്ടിപ്പോവാണ്, കടകൾ പൂട്ടിപ്പോവാണ്. റീറ്റെയിൽ വ്യാപാരവും ഹോൾസെയിൽ വ്യാപാരവും കേരളത്തിൽ തളരുകയാണ് യഥാർത്ഥത്തിൽ. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് ഓൺലൈൻ സംവിധാനം, 2 മാളുകൾ കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് കേരളത്തിൽ കൂടി. ശരിക്കും പറഞ്ഞാൽ ഈ റീറ്റെയിൽ ഹോൾസെയിൽ സംരംഭങ്ങൾ കേരളത്തിൽ തളരുകയും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യാണ്. എന്നിട്ടാണ് ഇത് ഈ ആളുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് കേരളത്തിൽ 3,44,000 സംരംഭം തുടങ്ങിയെന്നൊരു ഗവൺമെന്റ് വന്ന് പറയും. ഗവൺമെന്റിന് എന്ത് റോളാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്? എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ ഊതിപ്പെരിപ്പിച്ച കണക്കായിട്ട് വരും. ഞങ്ങൾ ഇതിനെ എതിർത്തില്ലെങ്കിൽ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് പറ്റിയത് പറ്റും. കോവിഡ് കാലത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായി കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനം കേരളമാണ് എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അത് ബോധ്യപ്പെട്ടത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ട 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് 28,000 പേരുടെ മരിച്ച വിവരം ഒരു പൂഴ്ത്തി വെച്ചത് പുറത്തു വന്നത്, ഇല്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം
ഒന്ന് മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിന്റെ 3 ഇരട്ടി പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ്. ഈ ഗവൺമെന്റിന് ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിയമസഭയ്ക്കകത്തും പുറത്തും, എന്താണ് ഈ ഗവൺമെന്റിന്റെ മുൻഗണന? സർക്കാരിന്റെ മുൻഗണന എന്താണ്? അപേക്ഷ പാസ്സാകണമെങ്കിൽ കൈക്കൂലിക്കൊപ്പം കുപ്പിയും നിർബന്ധം. കൈക്കൂലി കേസിൽ എറണാകുളം RTO TM ജേഴ്സൺ പിടിയിലായപ്പോൾ കുപ്പിക്കണക്കാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത്. ഇന്നലെയും ഇന്നുമായി നടന്ന റെയ്ഡിൽ വിജിലൻസ് സംഘം ജേഴ്സന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് ചെറുതും വലുതുമായ 74 കുപ്പികൾ. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കുപ്പികളും കൂട്ടത്തിലുണ്ട്. വിജിലൻസ് റെയ്ഡിന്റെ പേരിൽ ജേഴ്സൺ സഹപ്രവർത്തകരെ പറ്റിച്ചെന്ന് വിവരമുണ്ട്. ജേഴ്സണെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കും. 50 ലക്ഷം രൂപ ജേഴ്സന്റെയും കുടുംബത്തിന്റെയും അക്കൗണ്ടിലുണ്ടെന്ന് ഇന്നലെ കണ്ടെത്തി. ഇന്നത്തെ പരിശോധന കഴിഞ്ഞതോടെ ഇത് 84 ലക്ഷം രൂപയാണെന്ന് വ്യക്തമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തമാക്കിയിട്ടുള്ള വസ്തുവകകളുടെ രേഖകൾ പരിശോധിക്കുകയാണെന്നും വിജിലൻസ് വൃത്തങ്ങൾ അറിയിച്ചു. അപേക്ഷകൾ തീർപ്പാക്കണമെങ്കിൽ കൈക്കൂലി നിർബന്ധമാണ് എന്നതിനൊപ്പം ഒരു കുപ്പിയും കൂടി വേണമെന്നതാണ് ജേഴ്സന്റെ ശീലമെന്നാണ് RTO ഓഫീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരത്തിൽ സമ്പാദിച്ച കുപ്പികളും വിജിലൻസ് സംഘം വീട്ടിൽ കണ്ടെത്തിയവയിൽ ഉൾപ്പെടും. ജേഴ്സനെ കുടുക്കിയ ബുധനാഴ്ചത്തെ കൈക്കൂലി കേസിലും മദ്യക്കുപ്പി ഉൾപ്പെട്ടിരുന്നു. തുടർന്നായിരുന്നു ഏജന്റുമാരുടെ വരവ്. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൊടുക്കാതെ പെർമിറ്റ് കിട്ടില്ലെന്ന് ഏജന്റുമാർ വ്യക്തമാക്കി. തുടർന്നാണ് ജേഴ്സന്റെ ഏജന്റുമാരായ രാമപ്പടിയാർ, സജി എന്നിവർ ചെല്ലാനം സ്വദേശിയിൽ നിന്ന് കൈക്കൂലിയുടെ ആദ്യ ഗഡുവായ 5000 രൂപയും കുപ്പിയും വാങ്ങിയത്. വിജിലൻസിനെ അറിയിച്ച ശേഷമാണ് ചെല്ലാനം സ്വദേശി കൈക്കൂലി നൽകിയത് എന്നതിനാൽ ഉടനെ ഇവർ അറസ്റ്റിലായി. ജേഴ്സന്റെ നിർദ്ദേശപ്രകാരമാണ് കൈക്കൂലിയെന്ന് ഇവർ മൊഴി നൽകിയതോടെ RTOയെയും കസ്റ്റഡിയിലെടുത്തു. ജേഴ്സന്റെയും കൂട്ടാളികളെയും ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. UGC കരട് നിർദ്ദേശങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നതാണെന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് UGCയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC കരട് റെഗുലേഷനെതിരെ BJP ഇതര സംസ്ഥാനങ്ങളെ അണിനിരത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തു. UGC കരട് നിർദ്ദേശങ്ങളിലെ VC നിയമന നിർദ്ദേശങ്ങളോടാണ് പ്രധാന എതിർപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കരട് നിർദ്ദേശം ആരെയും VCയാക്കാൻ ചാൻസലർക്ക് അധികാരം നൽകുന്നതാണ്. നിയമസഭകളുടെ അധികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഗവർണർമാർക്കെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കാൻ വൈകുകയാണ്. രാഷ്ട്രീയ യജമാനന്മാർക്കു വേണ്ടി ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിലും സമാന സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗവർണർമാർ ചാൻസലർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണ്. കരട് നിർദ്ദേശത്തിൽ തിരുത്തൽ വേണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കാനാണ് നീക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ കൺവെൻഷൻ സംഘടിപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണെന്നും UGC ഭരണഘടനയ്ക്കുള്ളിൽ നിന്നായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരുകൾ സർവകലാശാലകളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയുമാണ് വേണ്ടത്, അതല്ലാതെ നിയന്ത്രിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം ആരോപിച്ചു. കൺവെൻഷനിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തില്ല. തെലങ്കാന ഉപമുഖ്യമന്ത്രി, കർണാടക, തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരടക്കം പരിപാടിയിൽ പങ്കെടുത്തു. undercut the resources to be allocated to the states by the Finance Commission. On top of that, we are seeing the unions' allocation for their own schemes coming down year after year, while the states are being forced to chip in more and more. According to RBI reports, the states are having to cover a substantial 65% of the country's total expenses, with the union's contribution being only 35%. But when it comes to revenue sharing, it goes in the reverse direction. And the revenue through which the union is meddling into states' affairs is through the governors appointed by them. Constitutionally, governors are to exercise their duties on the advice of the state cabinets. However, we have seen governors in opposition ruled states acting at the behest of the powers that appointed them, that is, the union government. We are all familiar with the case that was filed by the
Delhi state government in the Honorable Supreme Court and the verdict of the Constitution bench. However, within days of that landmark judgment, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തെരഞ്ഞെടുപ്പിനെ നേരിടാതെ അധികാരത്തിലെത്തിയ ഏകാധിപതിയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കി എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം അവശേഷിക്കില്ലെന്നും സമൂഹമാധ്യമമായ ട്രൂത്തിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകി. സെലൻസ്കി യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണ്. ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്ക് കാണിച്ചത്. എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ തനിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യയെ പ്രതിരോധിക്കുന്നതിനായി യുക്രൈന് US ധനസഹായവും ആയുധങ്ങളും നൽകിയിരുന്നു. യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈനിന്റെ പകുതി ധാതുവിഭവങ്ങൾ നൽകണമെന്നായിരുന്നു USന്റെ ആവശ്യം. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തി. 3 വർഷത്തിനിടെ യുക്രൈന് $6,700 കോടി ആയുധങ്ങളും $3,100 കോടി പണമായും US നൽകി. ഇതിന് പകരമായാണ് യുക്രൈനിലെ 50% ധാതുവിഭവങ്ങളുടെ ഉടമസ്ഥ അവകാശം US ആവശ്യപ്പെടുന്നത്. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് ട്രംപ് റഷ്യയുമായി ചർച്ചകളും തുടങ്ങി. യുദ്ധത്തിന് പോകാതെ റഷ്യയുമായി യുക്രൈൻ ധാരണയുണ്ടാക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. 2019 യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച ഭരണത്തിൽ തുടരുകയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്ന കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഉച്ചകോടിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ രാജ്യപ്രതിനിധികളും പങ്കെടുക്കും. ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും അടക്കമുള്ള പ്രധാന വകുപ്പുകളുടെ സെക്രട്ടറിമാരും 2 ദിവസം കൊച്ചിയിലായിരിക്കും തങ്ങുക. വിദേശ പ്രതിനിധികളടക്കം 3000-ഓളം പേർ പങ്കെടുക്കുന്ന നിക്ഷേപക ഉച്ചകോടി സംസ്ഥാന സർക്കാർ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ സൂചന കൂടിയാണിത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടന സമ്മേളനത്തിലും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സമാപന സമ്മേളനത്തിലും പ്രതിപക്ഷ നിരയിൽ നിന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനത്തെ വ്യവസായ മന്ത്രി P രാജീവ് സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കുടുംബത്തിലെ കാര്യമാണെന്നാണ് മന്ത്രി പറഞ്ഞത്. കുടുംബത്തിലേക്ക് ആരെങ്കിലും വരുമ്പോൾ കുറ്റവും കുറവും പറഞ്ഞിരിക്കാതെ പോസിറ്റീവായി ചിന്തിക്കുവാനുള്ള അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 26 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ഉച്ചകോടിക്ക് എത്തുന്നുണ്ട്. അതേസമയം 3 രാജ്യങ്ങളിൽ നിന്ന് മന്ത്രിതല സമിതികളും വരുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥലത്തുള്ളതിനാൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയുമെന്നും സംസ്ഥാനത്ത് വരുന്ന നിക്ഷേപത്തെക്കുറിച്ച് വളരെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂവെന്നും മന്ത്രി P രാജീവ് വ്യക്തമാക്കി. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും P രാജീവിനും പുറമെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി എന്നിവർ സംസാരിക്കും. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. UAE സാമ്പത്തിക മന്ത്രി അബ്ദുൾ ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുൾ ബിൻ അദൽ ഫക്രു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അറിയിച്ചു. പകൽ സമയം 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. കൂടാതെ ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അവർക്ക് ചൂടേൽക്കാതിരിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്തുവാൻ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ യാത്രയ്ക്കിടയിൽ അല്പസമയം വിശ്രമിക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്യേണ്ടതാണ്. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക എന്നും നിർദ്ദേശമുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.